എല്ലാവർക്കും നമസ്കാരം. ഇത് മാരുതി 800 ബ്രേക്ക് പെഡലാണ്. ഈ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ ഹാർഡായിട്ട് താഴേക്ക് പോകുന്ന, അവിടെ പോയി തട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്. മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കിൽ, റിസർവോയർ ടാങ്കിൽ ആവശ്യത്തിന് ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ടാങ്ക് ക്യാപ്പ് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൽ ആവശ്യത്തിന് ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആവശ്യത്തിനുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു സ്ഥലത്ത് ലീക്കായി പോയിട്ടില്ല. അപ്പോൾ ഇനി മാസ്റ്റർ സിലിണ്ടറിന് സംഭവിച്ചിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് മാസ്റ്റർ സിലിണ്ടർ അഴിച്ചു മാറ്റി അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പുതിയൊരു മാസ്റ്റർ സിലിണ്ടർ റീപ്ലേസ് ചെയ്ത് വെക്കണം. സാധാരണ ഈ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ റിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള ചിലവും എല്ലാം നോക്കുമ്പോൾ, അതിനുള്ള പണിയുടെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ സിലിണ്ടർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടർ ബ്രേക്ക് പെഡലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലായിട്ടൊരു പിന്ന് കാണാം. ആ പിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമുക്ക് അഴിക്കാൻ പറ്റും. അവിടെ ഒരു ബൂട്ടുണ്ട്. ആ ബൂട്ട് ഇപ്പോൾ നിലവിൽ ഇളകി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ പിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ലോക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം എയർ ഫിൽറ്റർ അങ്ങ് അഴിച്ചു മാറ്റാനാണ് കേട്ടോ. ട്വൽവ് സൈസിൻ്റെ 2 നട്ടുകളിലാണ് മാസ്റ്റർ സിലിണ്ടർ അവിടെ ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി മുകളിൽ കാണുന്ന ഈ 2 പൈപ്പുകളും അതുപോലെ തന്നെ താഴെയുള്ള 2 പൈപ്പും, അങ്ങനെ 4 പൈപ്പുകൾ നമ്മൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഡബിൾ എൻഡ് സ്പാനർ യൂസ് ചെയ്യരുത്. ഇങ്ങനത്തെ സ്പാനർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാകുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് ത്രെഡ് പോകാതെ അഴിക്കാൻ പറ്റും. അതിനുശേഷം കൈകൊണ്ട് പതിയെ പൈപ്പ് പുറത്ത് മാറ്റി വെക്കാം. താഴെയുമുള്ള പൈപ്പുകൾ, ഇപ്പം ഞാനിവിടെ 4 പൈപ്പുകളും അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 12 സൈസുള്ള 2 നട്ടും കൂടി അഴിച്ചാൽ നമുക്ക് ഈ മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. 2 നട്ടുകളും ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓരോ പൈപ്പുകളും ലൂസ് ചെയ്ത് മാറ്റുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ കാര്യമായി മാറ്റം വരരുത്. കാരണം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ പുതിയ മാസ്റ്റർ സിലിണ്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ത്രെഡ് പ്രോപ്പറായിട്ട് കയറാതെ വരും. ത്രെഡ് കയറാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അത് നമുക്ക് ബലം പിടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പ്രോപ്പറായിട്ടത് കയറേണ്ടതാണ് അതിലേക്ക്. ഇത് സ്റ്റക്കാണെന്ന് മൊത്തം മനസ്സിലാവും. ഫ്ലൂയിഡ് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലത്തെ റിസർവർ ടാങ്ക് ഈ 2 ചെറിയ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഈ കാണുന്നതാണ് പുതിയ മാസ്റ്റർ സിലിണ്ടർ. KBS ബ്രാൻഡിൻ്റെയാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് ആ പഴയ റിസർവർ ടാങ്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. പഴയതിൻ്റെ മുകളിലുള്ള ഈ ടാങ്ക് നമുക്ക് പുതിയ സിലിണ്ടറിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാനത് അഴിച്ചു മാറ്റിയതാണ്. പഴയ ടാങ്ക് ഈ രീതിയിൽ നമുക്ക് താഴേക്ക് അത് അമർത്തിക്കൊണ്ട് 2 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിലൊരു ക്യാമറ ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഈ രീതിയിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് പ്രോപ്പറായിട്ട് 4 പൈപ്പും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. അതിനുശേഷം പ്രോപ്പറായിട്ട് എയർ നീക്കം ചെയ്യണമുണ്ട്. നമുക്ക് അതിലേക്ക് ഡോട്ട് 3 ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാം. അതിലെ മാക്സിമം ഭാഗം വരെ നമുക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം എയർ എടുക്കുന്ന സമയത്ത് വീണ്ടും ബ്രേക്ക് ഫ്ലൂയിഡ് കുറയും. വീണ്ടും അത് ടോപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സിലിണ്ടറിൻ്റെ മുകളിലേക്ക് നമ്മൾ തിരിച്ച് പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ത്രെഡ് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് മുറുക്കാൻ പാടുള്ളൂ. അതിനുള്ള ഏക പോകാൻ വഴി ആദ്യം കൈകൊണ്ട് അത് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം സ്പാനർ ഉപയോഗിക്കുക.
നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു ഫീലാണ് ഇപ്പം ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് എയർ കൂടെ എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പെഡൽ കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഓടിച്ചിരുന്ന വണ്ടി തന്നെയാണോ നമുക്ക് എന്ന് തോന്നിപ്പോവും. അതുപോലത്തെ വ്യത്യാസം ഇതിലുണ്ടാവും. ഇതാണ് കേട്ടോ പഴയ മാസ്റ്റർ സെൻറ്റർ. നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം, വളരെ സ്റ്റക്കാണ്. ആ ഒരു ബ്രേക്ക് പെഡലിലേക്ക് വരുന്ന ഭാഗം അനങ്ങുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണത്. ആ പ്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, പതിവ് പോലെ ഈ വീഡിയോ ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു വൺസ് അഗെയിൻ.